രാത്രികാലവും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് നാം ആയിരിക്കുന്നു. രാത്രികാലം നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 14 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ ലേഖനത്തിന്റെ 3-ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടി. 6 ഭാഗങ്ങളായിട്ട് നാം ചിന്തിക്കുന്നു. 1-ാം ഭാഗം വിവാഹം എന്ന വിഷയം 7-ാം അധ്യായത്തിൽ. 2-ാം ഭാഗം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വിഗ്രഹാർപ്പിതം സംബന്ധിച്ചിട്ടുള്ള ഉപദേശം. ഈ 2-ാമത്തെ ഭാഗം ഇന്ന് അവസാനിക്കുകയില്ല, ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അതിന്റെ ആദ്യത്തെ ഭാഗം 8-ാം അധ്യായമായിരുന്നു, പ്രശ്നത്തിന്റെ ഉത്ഭവം. 2-ാം ഭാഗം 9-ാം അധ്യായം അപ്പോസ്തോലിക സ്വാതന്ത്ര്യം ഏതു വിധത്തിൽ ഉപയോഗിച്ചു എന്ന പ്രസ്താവന. അതിന്റെ 3-ാം ഭാഗം 10-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആത്മനിയന്ത്രണം ഇല്ലാതെ പോയാലുള്ള ആപത്ത്. 4-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 14 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ വിഗ്രഹാർപ്പിത ഭോജനത്തിനുള്ള പരിഹാരം. അതിൽ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് വീണ്ടും ആ ഭാഗത്തെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. 14 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ കർത്തൃമേശയുടെ പരിശുദ്ധി എന്ന വിഷയം. 2-ാം ഭാഗം 23 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തിയും പരിമിതിയും എന്ന വിഷയം. ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 Corinthians chapter 10 verse 14 to 22. അതിന്റെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. 8-ാം അധ്യായത്തിലെ വിഷയത്തിലേക്ക് പൗലോസ് മടങ്ങി വരുന്നു. വിഗ്രഹാരാധനയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ, അത് വിട്ടോടുകയും വേണം. എത്രത്തോളം അടുത്ത് ചെല്ലാമെന്ന് പരീക്ഷിച്ചു നോക്കരുത്. എത്രത്തോളം ഓടി മാറാമെന്നാണ് നോക്കേണ്ടത്. അത് പരീക്ഷിച്ചു നോക്കുവാൻ തക്കവണ്ണം നാം ശ്രമിക്കരുത്. വിഗ്രഹാരാധന വിട്ടോടണം, ഏരിയയിൽ നിൽക്കരുത്. 15-ാം വാക്യം. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ട്. I speak as to sensible people. Judge for yourselves what I say. I speak as to sensible people. Judge for yourself what I say. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച്, as to sensible people. നിങ്ങൾ വിവേകികളായതിനാൽ എന്നല്ല, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച്. നിങ്ങൾ വിവേകികളാണെന്ന് ഞാനങ്ങ് കരുതിക്കൊണ്ട് പറയുക, എന്ന് വെച്ചങ്ങ് പറയുക. ശരിക്കും വെച്ചതാണോ? ജ്ഞാനികൾ എന്ന അഹംഭാവം അവർക്കുണ്ടായിരുന്നു. 4-ാം അധ്യായം ഒന്ന് എടുത്താട്ട് അതിന്റെ 6, 7, 8 വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. സ്തോത്രം. അവര് മൊത്തത്തിൽ ചീർത്തിരിക്കുക. നമ്മള് പഠിച്ച വേദഭാഗമാണല്ലോ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചിരിക്കുകയാ. സഹസ്രാബ്ദത്തിൽ വാഴുന്നവരാണെന്ന ചിന്തയോടിരിക്കുക. ജ്ഞാനികൾ എന്ന അഹംഭാവം അവർക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, നിങ്ങൾ വിവേകികളെന്ന് വെച്ച് ഞാൻ പറയുന്നു. വിവേകികളായതുകൊണ്ട് പറയുന്നു എന്നല്ല, നിങ്ങൾ വിവേകികളാണെന്ന് ഞാൻ അങ്ങ് കരുതിക്കൊണ്ട് പറയുക. സ്തോത്രം. ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഉള്ളത് കൊണ്ട് വിവേകം ഉണ്ടാകണമെന്നില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പഴമക്കാർ പറയുന്ന ഒരു കാര്യം, അവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല. വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നത്. കാണിക്കുന്നത് മുഴുവൻ വിവരക്കേടാ. പക്ഷെ ലോകപരമായിട്ടുള്ള ജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. 15-ാം വാക്യം കണ്ടിന്യൂ ചെയ്താട്ട്. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. സോ പറയുന്നത് വിവേചിപ്പാൻ വിവേകമുണ്ടാകണം. നിങ്ങൾക്ക് വിവേകം ഉണ്ടെന്ന് വെച്ച് ഞാനങ്ങ് പറയുക. ഞാൻ പറയുന്നത് നിങ്ങൾ വിവേചിപ്പീൻ. എന്താണ് അവർ വിവേചിക്കേണ്ടത്? വിഗ്രഹാർപ്പിത ഭോജനവും കർത്തൃമേശയും ഒരുമിച്ച് യോജിച്ചു പോകയില്ലെന്ന കാര്യമാണ് അവർ വിവേചിക്കേണ്ടത്. അതാണ് താഴോട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വിഗ്രഹാർപ്പിത ഭോജനവും കർത്തൃമേശയും ഒരുമിച്ച് യോജിച്ചു പോകുന്ന കാര്യമല്ല. 16-ാം വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇംഗ്ലീഷില് ആ വേദഭാഗം ഒന്ന് വായിച്ചാട്ട്. The cup of blessing that we bless, is it not a participation in the blood of Christ? The bread that we break, is it not a participation in the body of Christ? അവിടെ എഴുതിയിരിക്കുന്നത്, the cup of blessing that we bless, is it not a participation in the blood of Christ? The bread that we break, is it not a participation in the body of Christ? അവിടെ the cup of blessing that we bless, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. എന്നാൽ മറ്റ് ചില ട്രാൻസ്ലേഷൻസിൽ അത് എഴുതിയിരിക്കുന്നത്, ഞാൻ NIV വായിക്കുന്നു, മറ്റു പല ട്രാൻസ്ലേഷനിലും നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, is not the cup of thanksgiving for which we give thanks a participation in the blood of Christ, and is not the bread that we break a participation in the body of Christ? അവിടെ എഴുതിയിരിക്കുന്നത് ബ്ലെസ്സിങ് എന്നതിന്, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്ങിന് പകരമായിട്ട് ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് മലയാളം ബൈബിളിലും ചില ഇംഗ്ലീഷ് ബൈബിളിലും കാണുമ്പോൾ, നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം എന്ന് മറ്റു ചില ബൈബിളുകളിൽ കാണുന്നു. ഇംഗ്ലീഷ് ബൈബിളിലും ചില മലയാളം ട്രാൻസ്ലേഷനിലും കാണുന്നുണ്ട്. സ്തോത്രം. ഇവിടെ കർത്തൃമേശയുടെ കാര്യമാണ് പറയുന്നത്. സ്നാനവും തിരുവത്താഴവും സാക്ഷ്യത്തിന്റെ രണ്ട് വശങ്ങളാണ്. സ്നാനത്തിൽ കൂടിയും തിരുവത്താഴത്തിൽ കൂടിയും വെളിപ്പെടുന്ന സാക്ഷ്യം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്നാനം ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചെന്നും, കർത്തൃമേശ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അനുസ്മരിപ്പിക്കുന്നു.
ഒരുവൻ ഈ പ്രക്രിയയിൽ പങ്കാളിയാകുമ്പോൾ ചെയ്യുന്ന കാര്യം അത്. സ്നാനം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നും. കർത്തൃമേശ, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അനുസ്മരിപ്പിക്കുന്ന രണ്ട് ശുശ്രൂഷകളാണ് സ്നാനവും കർത്തൃമേശയും. ഞാൻ മടങ്ങി വരുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അനുഗ്രഹം എന്നതിന്റെ മൂലപദം ഇലോജ എന്നാണ്. അതിന്റെ മൂലപദം EULOGIA. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇലോജ. ഇത് പ്രധാനമായിട്ടും രണ്ട് അർത്ഥങ്ങളിൽ തർജിമ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് അനുഗ്രഹം എന്ന അർത്ഥത്തിൽ. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ മൂലപദം അതേ അർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം. ഒന്നാമത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. Hebrews chapter 12 verse 17. അവൻ പറഞ്ഞ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. അവൻ, അതായത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ ഏശാവ്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഇലോജ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അനുഗ്രഹം എന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 15 verse 29. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. ഇവിടെയും അനുഗ്രഹം എന്ന വാക്ക് അതേ അർത്ഥത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അനുഗ്രഹം എന്നതിന്റെ മൂലപദം പ്രധാനമായും രണ്ട് അർത്ഥങ്ങളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് അനുഗ്രഹം എന്ന അർത്ഥത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. രണ്ടാമത് സ്തോത്രം എന്ന അർത്ഥത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Revelation chapter 5 verse 12. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അവർ അത്യുച്ചത്തിൽ, ആരാണ് അവർ? 10,000-കണക്കിന് ദൂതന്മാർ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ സ്തോത്രം എന്ന പദം, ഹല്ലേലൂയ, വീണ്ടും ഇലോജ എന്ന പദം സ്തോത്രം എന്ന അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം, ഇവിടെ നാം വായിച്ച നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം വാസ്തവത്തിൽ സ്തോത്രം ചെയ്യുക എന്നാണ് ഈ വാക്യത്തിലെ ആശയം. ദൈവത്തിന് സ്തോത്രം. അത് ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട്, മലയാളം ബൈബിളിലും എഴുതിയിട്ടുണ്ട്. അതായത് ക്രിസ്തു സ്നേഹത്താൽ ഹൃദയം പ്രേരിപ്പിക്കപ്പെട്ട് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ, ഹല്ലേലൂയ, പ്രേരിപ്പിക്കപ്പെട്ട് സ്തോത്രം ചെയ്യുന്നു. തല്ലി പഴിപ്പിക്കുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാ സ്തോത്രം ചെയ്യുന്നത്? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സഭ സ്തോത്രം ചെയ്യുന്നു. അപ്പവും വീഞ്ഞും കരങ്ങളിൽ എടുക്കുമ്പോൾ സഭാ ശുശ്രൂഷകൻ സഭയോട് സ്തോത്രം ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. സഭാ ശുശ്രൂഷകനോ മൂപ്പനോ സഭയെ പ്രതിനിധാനം ചെയ്ത് അത് ചെയ്യുന്നുവെന്ന് മാത്രം. നാം ഓരോരുത്തരും സ്തോത്രം പറയണം. ഹല്ലേലൂയ. സഭാ ശുശ്രൂഷകൻ അപ്പം കരങ്ങളിൽ എടുത്തിട്ട് സ്തോത്രം ചെയ്യാൻ പറയുമ്പോൾ സ്തോത്രം 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 എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ?
സഭ ഒന്നടങ്കം സ്തോത്രം ചെയ്യണമെന്ന്. അന്നേരം തെക്കോട്ടും വടക്കോട്ടും നോക്കി നീക്കരുത്. സ്തോത്രം ചെയ്യാൻ പറയും. നമ്മൾ എവിടെയൊക്കെ ആണെന്ന് ദൈവത്തിനറിയും. സ്തോത്രം. കർത്തൃമേശയിൽ കൂടി വെളിപ്പെടുന്ന ശുശ്രൂഷ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാ. എനിക്ക് ആ ശുശ്രൂഷയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ സഭ എങ്ങനെ സ്തോത്രം ചെയ്യും? സഭ എന്ന് പറയുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാ. വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാ സഭ. ഇവിടെ സഭ സ്തോത്രം ചെയ്യുവാനാ പറയുന്നത്. ഓരോരുത്തർക്കും അതിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ പിന്നെ സഭ എങ്ങനെയാ സ്തോത്രം ചെയ്യുന്നത്? കുറെ പേര് സ്തോത്രം ചെയ്യുന്നല്ലേ. 16-ാം വാക്യം കണ്ടിന്യൂ ചെയ്തായിട്ട്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ഒരു ശുശ്രൂഷകനോ മൂപ്പനോ നുറുക്കുന്ന അപ്പം എന്നല്ല. പ്രത്യുത അവരവർ, അതായത് ഓരോരുത്തർ പങ്കെടുക്കുന്നതിനായി നുറുക്കുന്ന അപ്പം എന്നാണ്. പണ്ട് ഇപ്രകാരമുള്ള രീതിയായിരുന്നു നമ്മുടെ ദൈവസഭകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും റെസ്ട്രിക്ഷൻസ് ഉണ്ടായി. സ്തോത്രം. ദൈവദാസന്മാർ തന്നെ അപ്പം മുറിച്ച് അവരോ മൂപ്പന്മാരോ അത് നമ്മുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അത് സൗകര്യത്തിനു വേണ്ടി അവർ സഭയ്ക്ക് ചെയ്യുന്ന സേവനം എന്നതിൽ കവിഞ്ഞൊന്നുമില്ല. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ ഒരു ഔദ്യോഗിക കർമ്മി ആക്കരുത്. അദ്ദേഹം ഒരു ഔദ്യോഗിക കർമ്മി അല്ല. യുവർ പാർട്ടിസിപ്പേഷൻ ഈസ് സോ ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് മാറ്റേഴ്സ്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ എന്ന വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പവീഞ്ഞുകൾ പരമ്പരാഗതമായ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക എന്ന ആശയം അപ്പോസ്തോലിക എഴുത്തുകാർക്കും സുവിശേഷ ആത്മാവിനും അന്യമാണ്. ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. അപ്പവീഞ്ഞുകൾ അത് പരമ്പരാഗതമായ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച്, പണ്ട് അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പുരോഹിതനായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളും പാരമ്പര്യ സഭയിലായിരുന്ന സമയത്ത് പണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും, അച്ഛൻ വാഴ്ത്തും, അച്ഛൻ നുറുക്കും, അച്ഛൻ വിളിക്കും, നമ്മൾ തിന്നും. അപ്പൊ നമ്മൾ കാണത്തുപോലുമില്ല. കാണുമോ? നമ്മൾ മുൻപിൽ പോയി വായി തുറന്നു കൊടുക്കും, അച്ഛൻ നാക്കിലോട്ട് വെച്ച് തരും, അല്ലേ? വസ്തുമാറ്റം സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്ന സഭകളുമുണ്ട്. അത് മാറിയോ എന്ന് പോലും അവർക്കറിയത്തില്ല, കാണുന്നില്ലല്ലോ. ഇപ്പോഴും നാം അങ്ങനെയാണോ കരുതുന്നത്? പാസ്റ്റർ പ്രാർത്ഥിച്ചു, പാസ്റ്റർ സ്തോത്രം ചെയ്തു, പാസ്റ്റർ നുറുക്കി, പാസ്റ്റർ നമ്മുടെ കയ്യിൽ തന്നു, നാം തിന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി നുറുക്കി. അങ്ങനെയാണോ കരുതുന്നത്? അയ്യോ, അങ്ങനെയല്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ പാസ്റ്റർ നിന്നെ സഹായിച്ചു എന്നേ ഉള്ളൂ. ചിക്കൻ ഗുനിയായും നിപ്പയും കൊറോണയൊക്കെ വന്നപ്പോൾ അത് ചെയ്യുവാൻ തക്കവണ്ണം അവർ നിർബന്ധിതരായി.
ആക്ഷരികമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നിനക്ക് നുറുക്കുവാൻ സാധിച്ചില്ലെങ്കിലും നീ നുറുക്കിയതാണെന്ന വിശ്വാസത്തോടു കൂടി വേണം ആ അപ്പം ഭക്ഷിക്കേണ്ടത്. അതാണ് പോയിന്റ്. പ്രത്യക്ഷമായിട്ട് അത് നിനക്ക് നുറുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നീ നുറുക്കിയതാണെന്ന വിശ്വാസത്തോടു കൂടി ആ അപ്പം ഭക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ നാം കർത്തൃമേശ എടുക്കുമ്പോൾ ഈ വസ്തുത ജനം തിരിച്ചറിയാതെ പോകുന്നു. എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന കാലമാ. ഇതും അങ്ങനെ കിട്ടുക എന്ന് വിചാരിച്ച് കഴിക്കുക. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? പാസ്റ്റർ അപ്പം നുറുക്കി തന്നത് കൊണ്ട് കൂട്ടായ്മയും പാസ്റ്ററിന്റെ ഉത്തരവാദിത്വമായിട്ട് മാറി. നുറുക്കിയത് പാസ്റ്റർ അല്ലയോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? പണ്ട് പാസ്റ്റർമാരൊക്കെ സഭായോഗത്തിനും മീറ്റിങ്ങിനും ഒക്കെ വിളിച്ചാൽ വരാമെന്ന് പറയും. ഇപ്പൊ ആ ടോണൊക്കെ മാറി. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരാം പാസ്റ്ററെ, അല്ലെങ്കിൽ നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നില്ലേ? അതേ ദിവസം പറഞ്ഞത് ഏറ്റവും നല്ല മീറ്റിംഗ് സൂം മീറ്റിംഗാ. ട്രെയിനിൽ പോകുന്ന പോലെ സൗകര്യം. യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ട്രെയിനിൽ പോകുന്നതാന്നാ പുള്ളി പറഞ്ഞ്. ട്രെയിനിൽ പോയാൽ നമുക്ക് ഇരിക്കാം, നമുക്ക് കിടക്കാം, നമുക്ക് ഉറങ്ങാം, നടക്കാം. അടുത്ത സ്റ്റേഷൻ വരുന്നുണ്ട്, സ്റ്റേഷനിൽ ഇറങ്ങി ചായയും പരിപ്പടിയും വാങ്ങിക്കാം. അതുപോലുള്ള സൗകര്യം അല്ലേ ഇപ്പോഴും? ചായ കുടിക്കാം, കപ്പലിന്റെ കുറിക്കാം, കറി കരിയാം. ആ സ്ക്രീനിൽ വരുന്ന ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേഷവിധാനം അതുപോലൊക്കെ ആകാം. എന്നിട്ട് പോലും വരുന്നില്ല വിളിച്ച. ഇവിടെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്തു രക്തം ചൊരിഞ്ഞതിന്റെ ഫലങ്ങളിൽ പങ്കുകൊള്ളുന്ന കൂട്ടായ്മ എന്നർത്ഥം. അതിന്റെ ഒരു ഫലമാ നീയും. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞതിന്റെ ഫലങ്ങളിൽ പങ്കുകൊള്ളുന്ന കൂട്ടായ്മ. അതിന്റെ ഒരു ഫലമല്ലേ ഞാനും നിങ്ങളും? കർത്തൃമേശ എടുത്തിട്ട് പോയാൽ കൂട്ടായ്മ ആചരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ, പാസ്റ്ററിന്റെ ഉത്തരവാദിത്വമല്ല. അദ്ദേഹം നിനക്ക് അപ്പം നുറുക്കി തന്നു എന്ന കാരണത്താൽ ഇങ്ങനെ ക്രൂശിക്കരുത്. പാസ്റ്റർ അപ്പം നുറുക്കിയത് കൊണ്ട് കൂട്ടായ്മ ആചരിക്കേണ്ടതും പാസ്റ്ററിന്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ എല്ലാരും ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയെ കൂട്ടായ്മ കൂടാൻ പിന്നെ ആൾക്കാർ കാണൂ. ഞാൻ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയാം. ഈ കർത്തൃമേശ ആചരിക്കാനും കൂട്ടായ്മ കൂടാനും ചെറിയ ചർച്ചസാ നല്ലത്. നിങ്ങൾ വിചാരിക്കരുത് സഭ വളരണമെന്ന് ഇവന് ആഗ്രഹമില്ലയോ. അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ ഒരു വസ്തുത പറയാം. ആളുകൾ തമ്മിലുള്ള ഇന്റിമസി, ഇപ്പൊ 10 പേര് കൂടുന്ന ഒരു ചർച്ചിൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിരിക്കും. 100 പേരാകുമ്പോൾ അത് കുറയും. 1000 പേരാകുമ്പം പിന്നെയും കുറയും. 10,000 പേരാകുമ്പം പിന്നെ ഒട്ടും ഇല്ലാതാകും. കർത്തൃമേശയുടെ ട്രേ വരും,
എടുത്തോണം, തിന്നോണം, പൊക്കോണം. കാരണം അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കാളാണ്. ചെറിയ സഭകളിൽ വാസ്തവത്തിൽ ആളുകൾ തമ്മിലുള്ള ബന്ധം, അതിന്റെ ദൃഢത കൂടുതല. 17-ാം വാക്യം. അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികൾ ആകുന്നുവല്ലോ. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ക്രിസ്തു വിശ്വാസികളുടെ കൂട്ടായ്മയുടെ യാഥാർത്ഥ്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. കൂടി വരുന്ന വിശ്വാസികൾ ഒരപ്പത്തിൽ നിന്ന് അവരവരുടെ അംശം മുറിച്ചെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. വ്യക്തിപരമായി തങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ കാണിക്കുന്നു. രണ്ട്, അതവരുടെ ഐക്യത്തിന്റെ തെളിവുമാ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം സഭ ഒരു ശരീരമാണ്. രണ്ട് വേദഭാഗങ്ങൾ എടുത്താട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ശരീരം ഒരു അവയവമല്ല പലതത്രേ. ശരീരം ഒരു അവയവമല്ല പലതത്രേ. അതായത് പല അവയവങ്ങൾ കൂടിച്ചേരുന്നതാണ് ശരീരം. രണ്ടാമതൊരു വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. 1 Corinthians chapter 12 verse 27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. സ്തോത്രം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. അപ്പോൾ സഭ ഒരു ശരീരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ മേശയുടെയും അംശികളായ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒരു ആത്മിക ശരീരമായി, ക്രിസ്തുവിന്റെ ശരീരമായ സഭയായി രൂപാന്തരപ്പെടുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ മേശയുടെയും അംശികളായിട്ടുള്ള എല്ലാ വിശ്വാസികളും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ഒരു ആത്മിക ശരീരമായി, ക്രിസ്തുവിന്റെ ശരീരമായ സഭയായിട്ട് നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നു. രണ്ട് വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ എടുത്താട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. ക്ഷമിക്കണം, അതിന്റെ 13-ാമത്തെ വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാവുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ എല്ലാവരും പാനം ചെയ്തുമിരിക്കുന്നു. സ്തോത്രം. രണ്ടാമതൊരു വേദഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് chapter 1 verse 18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടി. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അപ്പോൾ ക്രിസ്തു സഭയാകുന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. മൂന്നാമതൊരു വേദഭാഗം കൂടെ അതുള്ള ബന്ധത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, അതേ അധ്യായം തന്നെ 24-ാമത്തെ വാക്യം.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു, ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധമേശയുടെയും അംശികളായിട്ടുള്ള എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒരാത്മിക ശരീരമായി ക്രിസ്തുവിന്റെ ശരീരമായ സഭയായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുന്നു 17-ാമത്തെ വാക്യത്തിലേക്ക്. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. ലോകപ്രകാരമുള്ള സഹോദരന്മാർ അവരവർക്കുള്ള വീട്ടിലെ ആഹാരത്തിന്റെ അല്ലെ അപ്പത്തിന്റെ അംശികള അല്ലെ. സഹോദരങ്ങൾ എല്ലാരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നവരെ ആ വീട്ടിൽ വെക്കുന്ന അപ്പം, ആഹാരം, അതിന്റെ അംശികളാ അവര്. എന്തുവാ ഉണ്ടാക്കുന്നത്? അതെല്ലാരും കൂടെ കഴിക്കും. അതുപോലെ ആത്മീക സഹോദരന്മാർ എല്ലാവരും ജീവന്റെ അപ്പത്തിന്റെ അംശികളാ. അത് ക്രിസ്തുവാ. ആ അപ്പമാണ് നാം എല്ലാവരും നുറുക്കുന്നത്. പതിനൊന്നാം അധ്യായത്തിൽ നാം വിശദമായിട്ട് ഇത് വീണ്ടും പഠിക്കും. അവിടെ കർത്താവ് അപ്പം നുറുക്കിയത് നാം കാണുന്നുണ്ട്. സംശയം തോന്നാൻ സാധ്യതയുള്ള കാര്യമാണ് അത്. കർത്താവല്ലേ അപ്പം നുറുക്കിയത്? അവന്റെ ശരീരം മുറിയുന്നതിന്റെ ദൃഷ്ടാന്തമാണത്. കർത്താവായ യേശു ക്രിസ്തു അപ്പം നുറുക്കിയത് അവന്റെ ശരീരം മുറിയുന്നതിന്റെ ദൃഷ്ടാന്തമാണ്. എന്നാൽ കർത്തൃമേശ ആചരണത്തിൽ അവരവർ അപ്പം മുറിക്കുകയാണ്. നാം നുറുക്കുന്ന അപ്പം, 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നാം നുറുക്കുന്ന അപ്പം. അപ്പത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുകയും സൗകര്യാർത്ഥം അപ്പം മുറിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സഹോദരൻ കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനോ പ്രതിനിധിയോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാ കർത്തൃമേശയിലും നിനക്ക് അപ്പം നുറുക്കി തരുവാൻ ദൈവം അയച്ച പ്രതിനിധി അല്ല പാസ്റ്റർ. അദ്ദേഹം ആ ശുശ്രൂഷയിൽ സഭയെ ലീഡ് ചെയ്യുന്നു. ആ കർത്തൃമേശ എന്ന ശുശ്രൂഷ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. അപ്പം നുറുക്കേണ്ടത് നാം ഓരോരുത്തരുമാ. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ നുറുങ്ങിയ അപ്പമാണ് നമ്മുടെ കരങ്ങളിൽ വരുന്നതെങ്കിൽ അത് നാം നുറുക്കിയ അപ്പമാണ്. കർത്താവേ, ആ അപ്പത്തിന്റെ ഒരു ഭാഗമാകുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിച്ചല്ലോ എന്ന വിശ്വാസത്തോടു കൂടി നാം അത് ഭക്ഷിക്കണം. അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. ആരെങ്കിലും മുറിച്ചിട്ട് നമുക്ക് തരുന്ന അപ്പമല്ലതിന് നാം മുറിക്കണം. നാം മുറിക്കുന്ന അപ്പം, നാം നുറുക്കുന്ന അപ്പം. ദൈവത്തിന് സ്തോത്രം. കൂടുതലായിട്ട് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ പഠിക്കാം. മടങ്ങി വരുന്നു 18-ാമത്തെ വാക്യം. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ജഡപ്രകാരമുള്ള ഇസ്രായേൽ ചരിത്രപരമായിട്ട് ഇന്നും സേവന അനുഷ്ഠാനങ്ങൾ നടത്തിപ്പോരുന്ന ഭൗതിക ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവീൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എടുത്താട്ട് 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് 3.
നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആമേൻ. ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ. വാസ്തവത്തിൽ പരിച്ഛേദന ഏറ്റിട്ടില്ലെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ത്? പരിച്ഛേദനക്കാർ. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു മുറിവ് ഏറ്റിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെയാണ് യഥാർത്ഥ ഇസ്രായേൽ. ഹല്ലേലൂയ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവീൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? യാഗപീഠം വഴി കൂട്ടായ്മ ആചരിക്കുന്നവർ, ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്നവർ അല്ലയോ എന്നർത്ഥം. അതായത് യാഗം ഭക്ഷിക്കുന്നവർ യാഗം നിയമിച്ച ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നു. യാഗം ഭക്ഷിക്കുന്ന ഓരോ വ്യക്തിയും യാഗം നിയമിച്ച ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ യാഗമായി. പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്നതാണ് കർത്തൃമേശ. നാം അപ്പം തിന്നുന്നതും വീഞ്ഞു പാനം ചെയ്യുന്നതും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയുന്നു, യാഗം ഭക്ഷിക്കുന്നവർ യാഗം നിയമിച്ച ദൈവത്തോട് കൂട്ടായ്മ ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കൽ യാഗമായി അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കുന്നതാണ് കർത്തൃമേശ. കർത്താവിന്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്ന അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അപ്പ വീഞ്ഞുകളിലൂടെ. ദൈവത്തിന് സ്തോത്രം. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? 19-ാം വാക്യം. ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ? വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എടുത്താട്ട് 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. ഇവിടെ നാം വായിക്കുന്നു, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു. രണ്ടാമതൊരു വേദഭാഗം, സങ്കീർത്തന പുസ്തകം 135-ാം അധ്യായം അതിന്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. Psalms 135 verse 15 to 18. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക.
ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ. സ്തോത്രം. ഇവിടെ നാം വായിച്ചു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അതായത് കണ്ണും മൂക്കും ചെവിയും വായും ഒക്കെ ഉണ്ടായിട്ട് ഒന്നും പ്രവർത്തിക്കാത്തവരെ പോലെ. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. വിഗ്രഹത്തിന് തന്നെ യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ല. അപ്പോഴാണോ വിഗ്രഹാർപ്പിതം? വിഗ്രഹത്തിന് തന്നെ യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ലെങ്കിൽ പിന്നെ വിഗ്രഹാർപ്പിതത്തിന് എന്ത് പ്രാധാന്യത? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ? അതാ നമ്മൾ വായിച്ചത്. അവർക്ക് വായുണ്ടെങ്കിലും അത് സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവരുടെ വായിൽ ശ്വാസവുമില്ല. അപ്പോൾ വിഗ്രഹത്തിന് പ്രാധാന്യതയില്ലെങ്കിൽ, അതിന് യാഥാർത്ഥ്യമില്ലെങ്കിൽ പിന്നെ വിഗ്രഹാർപ്പിതത്തിന് എന്ത്? 20-ാം വാക്യം. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു. ആവർത്തന പുസ്തകം എടുത്താട്ട് 32-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്രേ. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. നവീന മൂർത്തി, പുതുതായിട്ട് വന്ന മൂർത്തി, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ദൈവങ്ങള്. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നതും അതാണ്. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. ആരാണ് ഈ ഭൂതങ്ങൾ? ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാർക്ക് ഇടയിലുണ്ട്. അതിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യം പറയാം. വീണുപോയ ദൂതന്മാരിൽ ഒരു വിഭാഗമാണ് ഈ ദുരാത്മാക്കൾ എന്ന് അവർ പറയുന്നു. വീണുപോയ ദൂതന്മാരിൽ ഒരു വിഭാഗമാണ് ഈ ദുരാത്മാക്കൾ. അവർ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. ദുരാത്മാക്കൾ അവർ സാത്താന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും സാത്താൻ അവരുടെ തലവനാണെന്നും തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നതിനാൽ ഇവർ സാത്താന്യ ദൂതന്മാരാണെന്ന് കരുതപ്പെടുന്നു. സ്തോത്രം. ദുരാത്മാക്കൾ സാത്താന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും
സാത്താൻ അവരുടെ തലവനാണെന്നും തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം എടുത്താട്ട് 12-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 22 to 26. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സ്തോത്രം. ഇവിടെ യേശുവിന്റെ അടുക്കല് ചിലര് കുരുടനും ഊമനുമായിട്ടുള്ള ഒരു ഭൂതഗ്രസ്തനെ കൊണ്ടുവരുന്നു. ഈ ഊമനായ വ്യക്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കിയതായി കാണുന്നു. ഇത് കണ്ടിട്ട് പുരുഷാരം വിസ്മയിക്കുന്നതായിട്ടും അവൻ ദാവീദിന്റെ പുത്രൻ തന്നെയോ എന്ന് അവർ സംശയിക്കുകയും ചെയ്യും. ഇത് കേട്ടിട്ട് പരീശന്മാർ പറയുന്ന വാക്കുകൾ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞിട്ട് അവരോട് പറയുന്നു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താൻ സാത്താനെ പുറത്താക്കിയാൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോകും. അവന്റെ രാജ്യം പിന്നെ എങ്ങനെ നിലനിൽക്കും? ഇതേ ഇൻസിഡന്റ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കേണ്ട. ഈ സെയിം ഇൻസിഡന്റ് തന്നെ അവിടെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരാണ് ഈ ഭൂതങ്ങൾ എന്ന വിഷയമാണ് ചിന്തിച്ചത്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. വീണുപോയ ദൂതന്മാരിൽ ഒരു വിഭാഗമാണ് ഈ ദുരാത്മാക്കൾ എന്ന് കരുതപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്നു 20-ാം വാക്യത്തിലേക്ക്. വായിച്ചോട്ടെ. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഭൂതങ്ങളുടെ കൂട്ടാളികൾ, വിഗ്രഹാർപ്പിത ഭോജനങ്ങളിൽ പങ്കെടുക്കുന്നവർ, അവരറിയാതെ ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. വിഗ്രഹാർപ്പിത ഭോജനങ്ങളിൽ പങ്കെടുക്കുന്നവർ അവരറിയാതെ ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരു ബലവാനായ വിശ്വാസിക്ക് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തന്നെയും അവൻ ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുക അറിയാതെ. നമ്മളെ ബലഹീനനായ വിശ്വാസിയും ബലവാനായ വിശ്വാസിയും കുറിച്ചൊക്കെ പഠിച്ചതാ. ഒരു ബലവാനായ വിശ്വാസിക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ തന്നെയും അവനറിയാതെ ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അതായത് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനായിട്ട് നിങ്ങൾ പോകരുതെന്ന് കഴിവതും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓടിപ്പോകണമെന്നാ നമ്മൾ വായിച്ചത് ആദ്യം. ഈ സാത്താൻ ഇന്ന് വളരെ തന്ത്രപൂർവം
ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ് നിങ്ങളോട് പറഞ്ഞതാ. ഈ ഭൂതങ്ങളെ എല്ലാം ദൈവങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ കൊണ്ട് അവരെ ആരാധിപ്പിക്കുക. ഈ തന്ത്രമാണ് പിശാച് പയറ്റുന്നത്. ഈ കണ്ണി കാണുന്ന അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ഭൂതങ്ങളെ ദൈവങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ കൊണ്ട് അവരെ ആരാധിപ്പിക്കുക. വളരെ തന്ത്രപരമായിട്ട് ഇന്ന് സാത്താൻ ചെയ്യുന്ന കാര്യമാണ് അത്. അവൻ ആരാധിക്കുന്ന ദേവന് കള്ളിഷ്ടമാണ്. ഒരു ദേവന് ഒരു ദേവിക്ക് പൂരപ്പാട്ട് ഇഷ്ടമാണ്. അവനെ കൊണ്ട് കള്ളു കുടിപ്പിക്കാനും അവനെ കൊണ്ട് തെറി പറയിപ്പിക്കാനും വേറെ ഒന്നും ചെയ്യണ്ടായല്ലോ. എന്തെങ്കിലും ചെയ്യണോ? കള്ളിഷ്ടമുള്ള ദൈവങ്ങളുണ്ട്. അവൻ ആരാധിക്കുന്ന ദൈവത്തിന് കള്ളിഷ്ടമാണെങ്കിൽ പിന്നെ പറയണോ? ഞാന് നല്ലൊരു സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങോട്ട് ചെന്നപ്പോ തന്നെ മതിലിന്റെ മണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ വാക്കുകൾ. പഠിപ്പിക്കുന്ന സാറുമാരുടെ ഇരട്ടപ്പേരും അവരെ ചീത്ത പറയുന്ന വാക്കുകളുമാണ്. ചെന്നപ്പോ ആദ്യം കാണുന്നത് അതാണ്. സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയി. ആമ്പിള്ളാരും പെമ്പിള്ളാരും എല്ലാം ഉണ്ടല്ലോ, ഒരുമിച്ചാ പോകുന്നേ. സ്കൂളിലെ സാറുമാരും ഉണ്ട്. സാറുമാരൊക്കെ മുമ്പിൽ ഇരിക്കും, പെമ്പിള്ളാരെ എല്ലാം മുമ്പിൽ ഇരുത്തും, പുറയിലോട്ട് ആമ്പിള്ളാരിയ്ക്കുന്നു. രാത്രിയാകുമ്പം പൂരപ്പാട്ട് തുടങ്ങും. അന്നാ പൂരപ്പാട്ട് കേട്ടെ. നമ്മൾ സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ കേട്ടിട്ടല്ലേ വളരുന്നേ? അതിഷ്ടപ്പെടുന്ന ദൈവങ്ങൾ, എന്ത് പരിതാപകരമായ കാര്യങ്ങൾ. മടങ്ങി വരാം 21-ാം വാക്യത്തിലേക്ക്. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികൾ ആകുവാനും പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. കർത്താവിന്റെ പാനപാത്രം, അതായത് തിരുവത്താഴത്തിലെ പാനപാത്രം, കർത്താവ് രക്തം ചൊരിഞ്ഞതിനാൽ ജീവൻ ലഭിച്ചതിന്റെ ഓർമ്മ നമുക്ക് നൽകുന്നു. കർത്താവ് അവന്റെ ജീവൻ നമുക്ക് നൽകി തന്നതിനാൽ ആ ജീവൻ ലഭിച്ചതിന്റെ ഓർമ്മയാണ് ഹല്ലേലൂയ തിരുവത്താഴത്തിലെ പാനപാത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. രണ്ടാമത് എഴുതിയിരിക്കുന്നു ഭൂതങ്ങളുടെ പാനപാത്രം. അങ്ങനെയുണ്ട്. ദേവന്റെ ബഹുമാനാർത്ഥം ജലനിവേദ്യം ഒഴിക്കുന്ന പാത്രത്തെ കുറിക്കുന്നു. ജലം മാത്രമാണോന്നുമില്ല. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം എടുത്താട്ട് 65-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 65 വേഴ്സ് 11. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വത്തെ മറയ്ക്കുകയും ഗദ് ദേവന് ഒരു മേശ ഒരുക്കി മിനി ദേവിക്ക് വീഞ്ഞു കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗദ്ദേവൻ ഒരു മേശ ഒരുക്കി മിനി ദേവിക്ക് വീഞ്ഞു കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ. അവിടെയുണ്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇവിടെ ഭൂതങ്ങളുടെ പാനപാത്രം, അതായത് ഭൂതങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്ന പാനപാത്രം. സ്തോത്രം. 21-ാം വാക്യം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികൾ ആകുവാനും പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും, കർത്താവിന്റെ മേശ കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകളുടെ രൂപാലങ്കാരത്തിലുള്ള പ്രയോഗമാണ് കർത്താവിന്റെ മേശ എന്നത്. കർത്താവിന്റെ മേശയിലെ അപ്പവീഞ്ഞുകളെ അത് കുറിക്കുന്നു. കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും. ഈ കർത്താവിന്റെ മേശ കർത്താവ് അധ്യക്ഷം വഹിക്കുന്നതും അവന്റെ ജനം അതിഥികളായിരിക്കുന്നതുമായ മേശയാണ്. കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് കർത്താവ് അധ്യക്ഷം വഹിക്കുന്നതും അവന്റെ ജനം അതിഥികളായിരിക്കുന്നതുമായ മേശ. നമ്മൾ രാജകുമാരന്മാരെ പോലെ കർത്താവിന്റെ മേശയെങ്കിൽ ഇരുന്ന് ഭക്ഷിപ്പാൻ പാനം ചെയ്യുവാൻ തക്കവണ്ണം പദവി ലഭിച്ചവരാ ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരു നിസ്സാര പദവിയല്ല, നമുക്ക് നിസ്സാരമായിട്ട് തോന്നിയാൽ. ഹല്ലേലൂയ. കർത്താവ് അധ്യക്ഷം വഹിക്കുന്നത്. രാജകുമാരന്മാരെ പോലെ കർത്താവിന്റെ മേശയെങ്കിൽ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും തക്കവണ്ണം പദവി ലഭിച്ചവരാണ് വിശ്വാസികൾ. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഇവിടെ പലപ്പോഴും പാസ്റ്ററിനെ നോക്കിയിട്ട് കർത്തൃമേശയ്ക്ക് വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ സഭയെ നോക്കിയിട്ട് കർത്തൃമേശയ്ക്ക് വരുന്ന ആളുകളുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ മേശ എന്ന, അല്ലാതെ പാസ്റ്ററിന്റെ മേശ എന്നല്ല, അല്ലെങ്കിൽ ഒരു സഭയുടെ മേശ എന്നല്ല. സ്തോത്രം. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും, ചില ആളുകൾക്ക് അവര് കൂടി വരുന്ന സഭയിൽ നിന്ന് മാത്രമേ അവര് കർത്തൃമേശ എടുക്കാറുള്ളൂ. വേറെ ഒരിടത്തുനിന്നും ഒരു കർത്തൃമേശ എടുക്കത്തില്ല. ഉപദേശം ഒന്നാണെങ്കിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ തക്കൊണ്ട് സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ അതിന് സന്നദ്ധരാകണം. ദൈവത്തിന് സ്തോത്രം. മസിൽ പിടിച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ഇവിടെ നാം വായിക്കും, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഭൂതങ്ങളുടെ മേശ വിഗ്രഹ വിരുന്നുകളോടുള്ള ബന്ധത്തിൽ ഭക്ഷിക്കുന്നതാണ് ഭൂതങ്ങളുടെ മേശ. അത് ഭൂതങ്ങളോടുള്ള കൂട്ടായ്മ കാണിക്കുന്നു. കർത്താവിന്റെ മേശ കർത്താവിന്റെ മരണത്തോട് നമുക്കുള്ള കൂട്ടായ്മയും കാണിക്കുന്നു. സ്തോത്രം. 22-ാം വാക്യം. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? അല്ല, നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നവരാണോ ഈ പ്രവൃത്തികൾ നിമിത്തം? ആവർത്തന പുസ്തകം എടുത്താട്ട് 32-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 21. ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. സ്തോത്രം. നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കരുത്. ഇവിടെ നാം വായിക്കുന്നു, ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. ആരാ?
തന്റെ ജനം ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് ക്രോധം വരുത്തി, മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. എന്നെ അറിയാത്ത ജനം, അവരെ കൊണ്ട് ഞാൻ എൻ്റെ ജനത്തിനും എരിവ് വരുത്തും. കാരണം അവർ എനിക്ക് എരിവ് വരുത്തിയത്. അതുകൊണ്ട് മൂഢജാതിയെ കൊണ്ട് ഞാൻ അവരെ ദുഷിപ്പിക്കും. ദൈവത്തിന് എരിവ് വരുത്തിയതുപോലെ, ദൈവത്തെ മുഷിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ജനമല്ലാത്തവരെ കൊണ്ട്, അല്ലെങ്കിൽ മൂഢജാതിയെ കൊണ്ട് അപ്രകാരം തന്നെ ദൈവവും അവരോട് അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ഈ വേദഭാഗം ഓർക്കുന്നുണ്ടോ? റോമലേഖനം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം പഠിച്ചതാണ്. ഈ വാക്യം അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ല, നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? ചുരുക്കി പറഞ്ഞാൽ, കർത്താവിന്റെയും ഭൂതങ്ങളുടെയും മേശയിൽ ഒരുപോലെ പങ്കെടുക്കുന്നത് ശിക്ഷാർഹമാണ്. ദൈവം വിടത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം കൂടി. ഐശയ്യാ ചാപ്റ്റർ 42 verse 8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. നാം ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നാം വായിച്ചത്. കർത്താവിന്റെയും ഭൂതങ്ങളുടെയും മേശയിൽ ഒരുപോലെ പങ്കെടുക്കുന്നത്. ഇവിടെയും വരും, അവിടെ പോയി പ്രസാദവും തിന്നും, പായസവും കുടിക്കും, എന്തൊക്കെ കിട്ടാം അതെല്ലാം വാങ്ങിച്ചു തിന്നും. അവിടെയും പോയി ആലോചന ചോദിക്കും, ഇവിടെയും പോയി ആലോചന ചോദിക്കും. ദൈവം വിടത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നാം വായിക്കുന്നു, അല്ല, നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നുവോ? കർത്താവിന്റെ മേശയിൽ നിന്നും ഭൂതങ്ങളുടെ മേശയിൽ നിന്നും ഭക്ഷിക്കുന്നവനെ ദൈവം വിടത്തില്ല, ദൈവം ശിക്ഷിക്കും. തുടർന്നുള്ള വേദഭാഗങ്ങൾ ദൈവം ഉദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.